ഐശ്വര്യമുള്ള പല്ല്. അപ്പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത്. തമിഴാ? മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പൂ ഞാൻ തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തെക്കറ്റം വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോര്, ഇല്ലെങ്കിൽ തല്ലും കൂടി വാ. முடியும் பாபா சீக்கிரம் முடியும் டாடா ഇറങ്ങി വന്നി. എന്താണ് ഇതെന്താണിത്? ഇത് തമിഴാണല്ല? തമിഴാണ്. ഇങ്ങടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കയ്യ. അവിടെ നിൽക്ക്. തമ്പി ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ? എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പടിയാ? ഞാൻ മിണ്ടൂല. പഠിക്ക തെരിഞ്ഞവര് யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு. அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു, നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ. ഒരു മിനിറ്റ്. ഹലോ. അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാകരന് നിങ്ങളുടെ കയ്യിൽ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ. സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ട് കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇല്ല ഇടപെടുത്തരുത്. അച്ചു, അവള് അത് തന്നെ.
അതിലല്ല ഇത് എന്നു നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ കള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ട ഇനി വൈകിക്കണ്ട, പണി മുടങ്ങിക്കോ. ഒന്നുകൂടെ ചേട്ട് ഇങ്ങോട്ട് മാറ്. എന്റെ കവചം പോയി, എന്റെ പോയി. കിട്ടിയാ ഇട്ടോ? വാ വാ പോകാം. വാ വേഗം വാ പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളുടെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്, വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ ഓടി വാ. വേഗം ഇറങ്ങോ. പീതാംബര വണ്ടി എടുത്തോ. മതി മതി യുദ്ധം കഴിഞ്ഞു. വാ 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 കുടിക്കേ കുടിക്കേ. നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ. അച്ചു മുങ്ങിയാലേ ഞങ്ങളിവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ടി വരും. ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം. ഞാൻ അതിന്റെ കൺവീനർ. ഓഹോ, അതിനും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ? നല്ല കാര്യം. അച്ചു എങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ. ഇന്നോ നാളെയോ അവർക്ക് എത്തും. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ. 1,40,000 രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ. ആശാൻ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. വല്ലതും നടക്കുവോ? സ്വർണമെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം. അല്ലെങ്കിലും അച്ചു അങ്ങനെ നെറുകേട് കാണിക്കില്ല, ഞങ്ങൾക്കറിയാം. നമ്മുടെ കാശും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്ന എന്റെ മുടിന്ന് വിട് വന്നെ. തല എത്തിയെന്ന് പറയാൻ വിളിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ. ഒരു കുടുംബം തകരാൻ പോകുന്നു. മോള് ഏതാ? ഇവര് താലി കെട്ടിയ പൊണ്ടാട്ടി. പറഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ.
அந்த பொண்ணு யாரு? அந்த பொண்ணாണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மை சொல்றேங்க. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു രണ്ടാമത് കെട്ടിയാണല്ലേ ഈ പെണ്ണിനെ? താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ണാൻ വന്നതാ? പോണവിടുന്ന്. സ്വർണ്ണം നാളെ തരാന്ന് പറഞ്ഞില്ലേ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പൊള്ളാച്ചിന്ന് കെട്ടിയതാണെന്നോ? ആ, തല്ലിക്കോ, തല്ലിക്കൊന്നു തന്നെ. അച്ചൂട്ടൻ കാണിച്ച ഏതായാലും മോശമായി പോയി. അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത ബാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ദാരികനായിട്ട് ഇവനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ? ഓ മോളെ, അവനെ വധിക്കണ്ട, വിട്ടേക്ക്. നീ എന്നെ ഏമാത്തി കിഡ്നാപ്പ് പണിയാടാ. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചിയാണ്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടോ ചോദിച്ചു. അതായത് പിടിയും വലിയ ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. அப்பா உங்க புள்ள எம்ஜிஆர் படம் மாதிரி டபுள் ரோல்னு நான் நினைக்கவே இல்ல. டேய் ஒரிജിനൽ എങ്ങടാ? ഞാനെടുത്തില്ല. என் புருஷன் எங்கடா? പൊള്ളാച്ചിലുണ്ടാവും. മോള് വിഷമിക്കണ്ട, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാല വെച്ച് കയറിയുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും. എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അപ്പൊണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ. എന്നാ പിന്നെ മോള് വലതുകാല വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ.